ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷന് തയ്യാറെടുക്കുവാൻ ഒത്തിരി ദിവസം കിട്ടുന്നില്ല. എന്നാൽ ബയോളജി, സയൻസ്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഒത്തിരി ദിവസം കിട്ടുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഓൾറെഡി സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കൊമേഴ്സ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും ഒരു സംശയമുണ്ട്. ബയോളജി സയൻസുകാരുടെ സിലബസ് പഠിച്ചാൽ മതിയോ? തീർച്ചയായും ബയോളജി സയൻസുകാരുടെ അതേ സിലബസ് തന്നെയാണ് കൊമേഴ്സ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ചില ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൊമേഴ്സുകാർക്ക് കൂടുതലാണ്, ചില ചാപ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ടും വെയിറ്റേജ് കുറവാണ്. പ്രധാനമായിട്ടും മെട്രിസസ്, ഡിറ്റർമിനൻസ്, അതുപോലെ പ്രോബബിലിറ്റി, ഈ 3 ചാപ്റ്ററിലും വെയിറ്റേജ് കൂടുതലാണ് കൊമേഴ്സ് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക്. അതേസമയം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രൽസ്, ഈ 3 ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറവുമാണ്. ഒരേ പാറ്റേൺ തന്നെയാണ്. ക്വസ്റ്റ്യൻ പാറ്റേണിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഈ വെയിറ്റേജിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബയോളജി സയൻസുകാരുടെ അതേ സിലബസ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അവർക്കുള്ള ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുമുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അവരുടെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്കുമുള്ള റിവിഷൻ ക്ലാസ് ആണ്. തീർച്ചയായും 3 ചാപ്റ്റർ ഫുള്ള് പഠിക്കുക, പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. കൊമേഴ്സ് മാത്സ് വിദ്യാർത്ഥികൾ ഡിറ്റർമിനൻസ്, മെട്രിസസ്, ഫൈനലി പ്രോബബിലിറ്റി, ഇതിന്റെ വെയിറ്റേജ് കൂടുതലാണ്. ഫുള്ള് പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിലെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ പാസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു 40+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം അത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും മോർ ദാൻ A+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഫുൾ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് സിലബസും തറവായി പഠിക്കുക. എങ്കിൽ തീർച്ചയായും ഫുൾ മാർക്ക് കിട്ടും. നമ്മുടെ റിവിഷൻ ക്ലാസും ടഫായിട്ടുള്ള ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസും കണ്ടുപഠിക്കുക. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കൂടെ കണ്ടാൽ മികച്ച മാർക്കല്ല, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ആദ്യം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതുവരെ കാര്യമായി ഒന്നും പഠിക്കാത്ത, പഠിച്ചിട്ടും ഒന്നും മനസ്സിലാകാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവർക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു 40+ സ്കോർ ചെയ്യാം, 40+40-ലധികം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. ജസ്റ്റ് 5 മണിക്കൂർ ക്ലാസ് കാണൂ, ഒരു 5 മണിക്കൂർ പഠിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും 40+ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ കാണേണ്ടത് നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ജസ്റ്റ് ഒരു 4 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. മാക്സിമം 5 hours. അത് പഠിച്ചെടുക്കാൻ ഒരു അനദർ 5 hours. അങ്ങനെ ഒരു 10 മണിക്കൂർ അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായും 40-ലധികം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഓരോ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ ഓർമ്മിക്കേണ്ട, അതിൽ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സും സൂചിപ്പിക്കുന്നു. അത് മാത്രം കണ്ടാൽ മതി 40-ലധികം മാർക്ക് സ്കോർ ചെയ്യാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ A+ സീരീസ്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ ദാൻ 40 ഉറപ്പായിട്ട് കിട്ടും. 100% ഷുവർ ആണ്. അതുപോലെ തന്നെ A+ ഓർ മോർ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഓൾറെഡി സൂചിപ്പിച്ചു റിവിഷൻ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളാണ് കാണേണ്ടത്. ഒപ്പം 2021, 2022, 2023, 2024 മോഡൽ, അതിനു മുന്നേയുള്ള മോഡൽ പബ്ലിക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ അത് കണ്ടു പഠിക്കുകയാണെങ്കിൽ, റിവിഷൻ ക്ലാസ് കണ്ടു പഠിക്കുകയാണെങ്കിൽ മോർ ദാൻ A+ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പോർഷനിൽ നിന്നായിരിക്കും വരാൻ സാധ്യത അതൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ചാപ്റ്റർ നമ്പർ 1 നിങ്ങൾക്കറിയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ബയോളജി സയൻസുകാർക്ക് 7 മാർക്കാണ് വെയിറ്റേജ്, കൊമേഴ്സുകാർക്ക് വെറും 4 മാർക്ക്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യുക. R = ordered by x, y such that x minus y is an integer defined on the set of all integers. Show that it is an equivalence relation. ഒരു റിലേഷൻ ഇക്വാലൻസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നും അറിഞ്ഞുകൂടാത്തവർ, അല്ലെ, ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പഠിക്കുന്നവർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എഴുതുക, ക്ലിയർലി ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, ക്ലിയർലി ദ റിലേഷൻ ഈസ് സിമെട്രിക്, ക്ലിയർലി ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്, ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. 1.5 മാർക്ക് കിട്ടും 3 മാർക്കിൽ.
സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ റോസ്റ്റർ ഫോമിൽ തന്നിട്ട് അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ എന്ന് ചോദിക്കാൻ സാധ്യത. മറ്റൊരു ക്വസ്റ്റ്യൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണമെങ്കിൽ അത് 1 ആയിരിക്കണം, 1 ഒന്നും അറിഞ്ഞുകൂടാത്തവർ എന്തെഴുതും? ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് 1 ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് 1 ഹെൻസ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആയതുകൊണ്ട് ഇൻവെർട്ടിബിൾ. പകുതി മാർക്ക് കിട്ടും. ആ സെന്റൻസുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ടിപ്സ് ഒക്കെ നമ്മൾ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ പറയുന്നു. അതുപോലെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്താം, അത് ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവെർട്ടിബിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി. അപ്പോൾ ബയോളജി സയൻസുകാർക്ക് 7 മാർക്കാണ്. ഒന്ന് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് ചോദിക്കും, മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ നിന്നും ചോദിക്കും. കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, സിമ്പിൾ ഡെഫിനിഷനും സിമ്പിൾ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ കഴിഞ്ഞു ചാപ്റ്റർ നമ്പർ 1. കൊമേഴ്സ് വിദ്യാർത്ഥികൾ അത്രയും ഡീപ്പായിട്ട് നോക്കണമെന്നില്ല. അവർക്ക് ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 ടാൻ ഇൻവേഴ്സ് √3. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 കോസ് ഇൻവേഴ്സ് കോസ് 7π/6 അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇതെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ അതിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൂവ് ദാറ്റ് 2 sin inverse x equal to sin inverse 2x into √1 - x². അല്ലെങ്കിൽ സിംപ്ലിഫൈ tan inverse root of 1 - cos x by 1 plus cos x. അല്ലെങ്കിൽ tan inverse cos x minus sin x by cos x plus sin x. ഇത്തരത്തിൽ സിംപ്ലിഫൈ എന്ന ഫോമിൽ ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ 3 മാർക്കാകും, മറ്റത് 1 മാർക്കിന് ഒരു 1 വേർഡ്. അങ്ങനെ മാക്സിമം 4 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അതിൽ രണ്ടാമത് പറഞ്ഞത് 2 or 3 ക്വസ്റ്റ്യൻസ് പ്രാധാന്യത്തോടു കൂടി നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിലെ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3, മെട്രിസസ്. ഫുള്ള് പഠിക്കുക. ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ബയോളജി സയൻസുകാർക്ക് 7 ആണ്, കൊമേഴ്സുകാർക്ക് 9 മാർക്കാണ് വെയിറ്റേജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. വെരി വെരി സിമ്പിൾ. ഇവിടെയും നമ്മൾ എന്താണ്, ആ എ എന്നൊരു മെട്രിക്സ് എന്നിരിക്കും, അതിന്റെ ട്രാൻസ്പോസ് എഴുതുക. എന്നിട്ട് ലെറ്റ് പി ഈക്വൽ ടു, അത് ഓർമ്മിക്കണം, ഹാഫ് ഇൻറ്റു എഫ് പ്ലസ് എ ട്രാൻസ്പോസ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു സെന്റൻസ്, ക്ലിയർലി പി ഈസ് സിമെട്രിക്. അടുത്ത Q ഈക്വൽ ടു, പി ഇതാണെങ്കിൽ Q എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അത് കണ്ടെത്തുക. എന്നിട്ട് ക്ലിയർലി ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ വേർഡ് Q ഈസ് സ്ക്യൂ സിമെട്രിക്. അവസാനം പിയും ക്യൂവും കൂടെ ആഡ് ചെയ്ത് എ എന്നങ്ങ് എഴുതുക. ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അങ്ങനെ ഒപ്പിക്കേണ്ട, പഠിച്ചു തന്നെ എഴുതൂ. കാരണം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, എ എന്നൊരു മെട്രിക്സ് എന്നിട്ട് ഫൈൻഡ് എ സ്ക്വയർ. എ സ്ക്വയർ കാണുവാൻ പറഞ്ഞാൽ എ എന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റിനും സ്ക്വയർ ചെയ്യുന്നത് അല്ല. എന്താണ് ചെയ്യേണ്ടത്, എ ഇൻറ്റു എ എന്ന മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 2 മെട്രിക്സ് മൾട്ടിപ്ലൈ നിങ്ങൾക്കറിയാം, അത് പഠിക്കണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വേറ്റ് ചെയ്യാം. ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ് വൈ ഇസഡ് ഡബ്ല്യു. സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ മെട്രിസസിൽ പഠിക്കാൻ. 7 മാർക്ക്, കൊമേഴ്സുകാർക്ക് 9 മാർക്ക് സ്കോർ ചെയ്യാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ചാപ്റ്റർ നമ്പർ 4, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ബയോളജി സയൻസുകാർക്ക് വലിയൊരു ആഘാതമാണ്. അതിന്റെ വെയിറ്റേജ് കുറച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. വെറും 6 മാർക്കേ ഉള്ളൂ. 6 മാർക്ക് മിക്കവാറും എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. 3 ഇക്വേഷൻ, 3 ഇക്വേഷൻസ് വിത്ത് 3 അൺനോൺസ് വരുന്ന ഇക്വേഷൻ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. Ax ഈക്വൽ ടു ബി എന്ന് എഴുതുക. ഡിറ്റർമിനന്റ് എ കാണുക. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ only one സൊല്യൂഷൻ. അഡ്ജോയിന്റ് കാണുക. എ ഇൻവേഴ്സ് കാണുക. അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. എന്നിട്ട് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സൊല്യൂഷൻ കാണുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എസ് എ ക്വസ്റ്റ്യൻ 6 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നോട്ട് ദ പോയിന്റ്. മറ്റൊരു സാധ്യത കൂടെ ഉണ്ട് ബയോളജി സയൻസുകാർക്ക്. 2 വേരിയബിൾസ് വിത്ത് 2 ഇക്വേഷൻസ് അങ്ങനെ ചോദിക്കാം സോൾവ് ചെയ്യാൻ. എങ്കിൽ അത് 4 മാർക്കോ 3 മാർക്കോ ആയിരിക്കും. മറ്റൊരു 3 മാർക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ക്ലബ് ചെയ്ത് 6 മാർക്കിന് ചോദിക്കാം. ചിലർ വേറെ ഒന്നും പഠിക്കണ്ട, ആ 3 ഇക്വേഷൻസ് വിത്ത് 3 വേരിയബിൾ മാത്രം ഡിറ്റർമിനൻസിൽ പഠിച്ചാൽ മതി എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. 2 ഇക്വേഷൻസ് വിത്ത് 2 വേരിയബിൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യനോടൊപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യണം.
നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും ബയോളജി സയൻസുകാർക്ക് 6 മാർക്കേ ഉള്ളൂ, കൊമേഴ്സുകാർക്ക് 9 മാർക്കുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷനും അവർ പഠിക്കുക. നെക്സ്റ്റ് ആണ് പ്രശ്നം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 9 മാർക്കാണ് ബയോളജി സയൻസുകാരുടെ വെയിറ്റേജ്, കൊമേഴ്സുകാർക്ക് 6 മാർക്കേ ഉള്ളൂ, വെയിറ്റേജ് കുറവാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. അടുത്ത് അതേപോലെ ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ, അതായത് ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഷോ ദാറ്റ് ചോദിച്ചാൽ രക്ഷപ്പെട്ടു, ഒപ്പിച്ചാൽ മതി. ഒരു ഫംഗ്ഷൻ എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ കണ്ടീഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് എഴുതിയാൽ മതി. ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഫംഗ്ഷന്റെ ആ പർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂസിന് ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂറ്റി യൂസ് ചെയ്ത് ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടാണ്. എങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ലെസ് ദാൻ വരുന്ന ഫംഗ്ഷന്റെ അവിടെ പോയിന്റ് കൊടുക്കുക, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ റൈറ്റ് സൈഡിൽ കൊടുക്കുക, സോൾവ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കണ്ടിന്യൂറ്റി ചോദിക്കും. കണ്ടിന്യൂറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇനി ഡെറിവേറ്റീവ്സിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാൻ. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിക്കാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ x² പ്ലസ് xy പ്ലസ് y² ഈക്വൽ 100 ഫൈൻഡ് dy/dx. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പഠിക്കണം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചാലേ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റൂ. ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ ബേസിക് ഡിഫറൻസിയേഷൻ പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് കൊമേഴ്സുകാർക്ക് സാധ്യതയില്ല, എന്നാൽ എന്നാണ് ബയോളജി സയൻസുകാർക്ക് ചിലപ്പോൾ ചോദിക്കാം. y ഈക്വൽ ടു a cos log x പ്ലസ് b sin log x. ഷോ ദാറ്റ് x² y2 പ്ലസ് xy1 പ്ലസ് y ഈക്വൽ ടു 0. അത്തരത്തിലുള്ള ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. 9 മാർക്കാണ് വെയിറ്റേജ്. കൂടുതൽ സമയം എടുത്ത് പഠിക്കുക, നമുക്ക് ഒത്തിരി സമയമുണ്ട്, പഠിക്കുക ഭംഗിയായി. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സാധാരണ ചോദിക്കുന്ന സർക്കിളിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് മാറി ക്യൂബിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. ഇതൊക്കെയാണ് സ്ഥിരമായി ചോദിക്കാൻ സാധ്യത. ചിലപ്പോൾ സ്പിയർ, അതിനപ്പുറത്ത് സാധ്യതയില്ല. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കും ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. നിങ്ങൾക്ക് ഫൈൻഡ് മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊമേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ റേറ്റ് ഓഫ് ചേഞ്ചിൽ നിന്ന് ചോദിക്കുന്നത്. കോസ്റ്റ് തന്നാൽ അത് സി ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് dc/dx. ഡെറിവേറ്റീവ് കണ്ടിട്ട് എക്സിന് ആ പോയിന്റ് അങ്ങ് കൊടുത്താൽ മതി, സംഭവം കഴിഞ്ഞു. നെക്സ്റ്റ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ്, എപ്പോഴൊക്കെയാണ് ഡിക്രീസിംഗ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്, നോക്കുക. മാക്സിമ ആൻഡ് മിനിമയിൽ നിന്ന് ബയോളജി സയൻസുകാർക്ക് ചോദിക്കും, കൊമേഴ്സുകാർക്ക് ചോദിക്കാൻ സാധ്യതയില്ല. മാക്സിമ ആൻഡ് മിനിമയിൽ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാണുക, മിനിമം വാല്യൂ കാണുക. അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, അതുകൂടെ ഒന്ന് നോക്കുക. മോർ ദാൻ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ. കഴിഞ്ഞു പാർട്ട് 1. നെക്സ്റ്റ് പാർട്ട് 2, ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ബയോളജി സയൻസുകാർക്ക് 9 ആണ്, കൊമേഴ്സുകാർക്ക് 6 മാർക്കേ ഉള്ളൂ. സോ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം? വെരി സിമ്പിൾ. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ അവസാനം പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ 0 to π/2 റൂട്ട് sin x ബൈ റൂട്ട് sin x പ്ലസ് റൂട്ട് cos x. ഇതിന്റെ ഡിഫറന്റ് ഫോംസ് ഉണ്ട്. എല്ലാം ആൻസർ π/4 കിട്ടുന്നത്, അത് എഴുതി പഠിക്കുക. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. മോർ ദാൻ A+ പ്രതീക്ഷിക്കുന്നവർ അതുകൂടെ നോക്കുക. ഇന്റഗ്രൽ 0 to π/4 log 1 plus tan x dx. ആ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ മതി. പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, ഒരു 3 മാർക്ക് കിട്ടി. ബാക്കി എന്താണ്? തീർച്ചയായിട്ടും ബൈ പാർട്സ് റൂൾ, പ്രോഡക്റ്റ് റൂൾ. ഇന്റഗ്രൽ x³ into log x. ആദ്യം log x എഴുതിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, വെരി വെരി ഇമ്പോർട്ടന്റ്. പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇന്റഗ്രേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ഫൈനലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഇന്റഗ്രൽ 1/√7 - 6x - x² dx. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ റൂട്ട് ഇല്ലാതെ 1 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുമെങ്കിലും അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഫോർമുല പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. ഓൾറെഡി ഫോർമുലയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലേ ഈ ചാപ്റ്ററിലെ 9 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ബയോളജി സയൻസുകാർക്ക് 9, കൊമേഴ്സുകാർക്ക് വെയിറ്റേജ് ഉണ്ട് 6 മാർക്ക്. ഓക്കെ, സോ ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ബയോളജി സയൻസുകാർക്ക് ചോദിക്കുന്നത്. കുറച്ച് ഗൗരവത്തോടെ തന്നെ പഠിക്കുക. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 വിഭാഗക്കാർക്ക്. ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ ചോദിക്കാനാണ് സാധ്യത. x² + y² = 25.
y സ്ക്വയർ ഈക്വൽ ടു എന്താണ് 25 മൈനസ് എക്സ് സ്ക്വയർ y ഈക്വൽ ടു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ a to b എന്നാണ് അത് y dx അതാണ് ഫോർമുല ഇന്റഗ്രൽ a to b y dx 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടിട്ട് ടോട്ടൽ ഏരിയ കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സർക്കിളാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ എലിപ്സും പഠിക്കുക ഇത് രണ്ടുമാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് y സ്ക്വയർ ഈക്വൽ ടു 9x എന്ന പരാബോള എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന പോർഷന്റെ ഏരിയ ബിറ്റ്വീൻ ദ ലൈൻസ് x ഈക്വൽ ടു 2 ആൻഡ് x ഈക്വൽ ടു 4 അത്തരത്തിലുള്ള 3 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ പഠിക്കാനുള്ളത് അത്രയും പഠിച്ചാൽ മതി 4 മാർക്ക് കിട്ടും നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ബയോളജി സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിക്കത്തുള്ളൂ തീർച്ചയായും യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എങ്കിലും സെലക്ട് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻ പഠിക്കുക ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി പഠിക്കുക പിന്നെ എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം ഉപയോഗിച്ച് അതായത് dy യുടെ കൂടെ y ന്റെ ടേം dx ന്റെ കൂടെ x ന്റെ ടേം സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടും പറ്റുമെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടെ നോക്കുക പരിപാടി കഴിഞ്ഞു ഹോമോജീനിയസ് നോക്കണമെന്നില്ല ഇനി അഥവാ ചോദിച്ചാൽ തന്നെ അത് ചോയ്സിൽ വെക്കോളും യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല നെക്സ്റ്റ് എന്താണ് തീർച്ചയായും വെക്റ്റർ ഓൾജിബ്ര കംപ്ലീറ്റ് പഠിക്കണം 7 മാർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോർഷൻ ഉണ്ട് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a പ്ലസ് ബി യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ പി ക്യൂ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ ഡോട്ട് പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ a ഓൺ ബി ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ നിന്ന് ചോദിക്കുന്നത് ഫൈനലി വെക്റ്റർ പ്രോഡക്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് പാരലലോഗ്രാം ഏരിയ ഓഫ് ട്രയാങ്കിൾ രണ്ടിലൊന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണെങ്കിൽ എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഇത്രയും കാര്യങ്ങളിൽ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 7 മാർക്കാണ് വെയിറ്റേജ് അടുത്ത ചാപ്റ്റർ 3 ഡയമെൻഷണൽ ജോമെട്രി തീർച്ചയായും നമുക്കൊരു വലിയ മറ്റൊരു തിരിച്ചടിയാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറച്ചിട്ടുണ്ട് വെറും 4 മാർക്കേ ഉള്ളൂ അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് സാധ്യത ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഒരു ചെറിയ പോർഷൻ കൂടെ പഠിക്കാനുണ്ട് ഒരു ലൈനിന്റെ ഇക്വേഷൻ കാരണം ഒരു പോയിന്റ് തന്നിരിക്കും അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും തന്നിരിക്കും വെക്ടർ r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി അതിന്റെ കാർട്ടീഷ്യൻ ഫോം അറിയാം x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അതുകൂടെ പഠിച്ചാൽ ആ ചാപ്റ്ററിലെ 4 മാർക്ക് നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് എല്ലാവർക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അത് 1-2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക ഫൈനലി ദ ലാസ്റ്റ് ചാപ്റ്റർ ബയോളജി സയൻസുകാർക്ക് 7 മാർക്കും കൊമേഴ്സുകാർക്ക് 9 മാർക്കുമാണ് വെയിറ്റേജ് കൊമേഴ്സുകാർ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക 3 പോർഷനാണുള്ളത് ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി മറ്റൊന്ന് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഫൈനലി ബേസ് തിയറം കൊമേഴ്സുകാർ ഫുള്ള് പഠിക്കണം സയൻസുകാരും ഫുള്ള് പഠിക്കുക കാരണം 7 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് ബേസ് തിയറം 100% ഉറപ്പ് ഒരു ഫാക്ടറിയുടെ ഒരു പ്രോബ്ലം ഉണ്ട് ബോൾട്ടിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പെർസെന്റേജ് വരുന്നത് അത് സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ബാഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 2 ബാഗ് ഉണ്ട് ഒരു ബാഗിനകത്ത് ഇത്ര റെഡ് ബോൾ ഇത്ര ബ്ലാക്ക് ബോൾ ഒരു ബോൾ എടുക്കുന്നു അത് റെഡ് ആയിരിക്കണം ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ബാഗ് 2 ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈ 2 ടൈപ്പും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കണ്ടീഷണൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഒരു 3 മാർക്സ് ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ഇത്രയുമാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ചോദിക്കാൻ സാധ്യത തീർച്ചയായും കൊമേഴ്സ് വിദ്യാർത്ഥികൾ കൂടുതൽ ആ ചാപ്റ്റർ പഠിക്കുക ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തീർച്ചയായും ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാം എന്നാൽ ഫുൾ മാർക്കിൽ ചെറിയൊരു റിസ്ക് ഉണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡാറ്റാസും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി സ്റ്റുഡൻസ് ടെലഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക തീർച്ചയായും നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ എക്സാമിനേഷൻസ് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർവാധികം ശക്തിയോടെ എല്ലാവരും നടത്തുക എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ